ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ കോരമംഗലയിലുള്ള ബാമീസ് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഇതൊരു നേപ്പാളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. 7:30 അവിടെ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. നമ്മളിവിടുന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. നല്ല ട്രാഫിക്കുള്ള റോഡാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. 7:30 ആകുമ്പോൾ അവിടെ എത്തുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടിയിലേക്ക് കയറാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ സെറാസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവുകയാണ്. വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി നമ്മൾ പോവുകയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ബൈ ബൈ. നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കോരമംഗല 5th ബ്ലോക്കിലേക്ക് ഒരു 13 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ 7:30 ആകുമ്പോൾ അവിടെ എത്തില്ല. എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ വൈഫ് ഒരു ഡാർജിലിംഗുകാരിയാണ്. അപ്പോൾ പുള്ളിക്കാരുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. മോന് വരാൻ പറ്റിയിട്ടില്ല, അവൻ നാട്ടിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് നേപ്പാളി റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ ഭയങ്കര ട്രാഫിക്കിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ നമ്മളിവിടെ വന്നപ്പോൾ 8:30 അവർ കുറേ നേരമായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ 3rd ഫ്ലോറിലാണ് ആ ഒരു റെസ്റ്റോറൻറ്റ്. നമുക്ക് ലിഫ്റ്റിൽ കയറി വേണം അങ്ങോട്ടേക്ക് പോകാൻ. നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് വേഗം പോകാം. അങ്ങനെ നമ്മൾ 3rd ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴത്തെ വ്യൂ അടിപൊളി വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബാഗുകൾ, ഡ്രസ്സ്, അങ്ങനെ അവരുടേതായ നേപ്പാളി ഐറ്റംസ് കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വേണേൽ അതവിടെ നിന്ന് വാങ്ങാൻ വേണ്ടി പറ്റും. ഈ ഇരിക്കുന്നത് സാസ്തികയുടെ സിസ്റ്ററാണ്, സൃഷ്ടി എന്നാണ് അവളുടെ പേര്. അവളുടെ ഫ്രണ്ടാണ് തൊട്ടടുത്തിരിക്കുന്നത്. അപ്പോൾ സെറ വന്നപ്പോൾ തന്നെ അവരുമായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയി. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഫുഡൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സെറ ഇവിടുന്ന് വേറെ ഒന്നും കഴിക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവൾക്ക് ഒരു ഓറിയോ ഷേക്ക് ഓർഡർ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ആദ്യത്തെ ഫുഡ് വന്നു. ഇത് നമ്മുടെ നാട്ടിൽ പൊരിയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ബഫലോയുടെ മീറ്റാണെന്നാണ് അവർ പറഞ്ഞത്. അത് ഞാൻ കഴിച്ചില്ല. പിന്നെ മോമോസ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് എത്തി കേട്ടോ. അവളുടെ സിസ്റ്ററാണ് കേക്ക് ഓർഡർ ചെയ്തത്. അതുകൊണ്ടാണ് കേക്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അടുത്ത ഐറ്റം വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല സ്പൈസിയാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇത് ഞാൻ കഴിച്ചു. അങ്ങനെ നമ്മളിനി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് ബർത്ത്ഡേ ഗേൾ സ്വാസ്തിക. അപ്പോൾ സ്വാസ്തികയും സേറയും കൂടെ ഒരുമിച്ചിരുന്നാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. തിരിച്ച് ചേച്ചിക്കും കേക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ സെറ ഒരു കുറച്ചാണ് എടുത്ത് കൊടുക്കുന്നത്. അത് കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര ചിരിയാണ്. ഇനി കേക്ക് എങ്ങാനും പെട്ടെന്ന് തീർന്നു പോയാലോ എന്ന് വിചാരിച്ചാണോ എന്നറിയത്തില്ല, പുള്ളിക്കാരി കുറച്ച് കൊടുക്കാൻ നോക്കിയത്. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഒരു 3 പീസ് കേക്കെങ്കിലും സെറ കഴിച്ചിട്ടുണ്ട്. ഒരു ഓറിയോ ഷേക്കൊക്കെ കഴിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ക്ഷീണമായിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാറിയിരിക്കുവാണ്. അപ്പോൾ പിന്നെ അടുത്ത ഫുഡൊക്കെ വന്നു. ചിക്കൻ വിങ്സ്, ചിക്കൻ ലോലിപോപ്പ് ഒക്കെ വന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ ഫുള്ളായി. ഇനിയിപ്പം 10 മണിയായി, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. സാസ്തികനെ അവളുടെ ഹോസ്റ്റലിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ ബില്ലൊക്കെ വന്നു, അതൊക്കെ അവൾ തന്നെ പേ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി തുടങ്ങുവാണ്. ഇവിടുത്തെ ഒരു സ്റ്റാഫാണിത് കേട്ടോ. അവരുടെ ഡ്രസ്സ് കണ്ടോ, ഇതൊക്കെ നേപ്പാളി ഡ്രസ്സാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ സൃഷ്ടിക്ക് പോകാൻ വേണ്ടി ക്യാബ് ബുക്ക് ചെയ്തായിരുന്നു. അത് വന്ന് അവൾ പോയി. അവളിവിടെ ഒരു കോളേജിൽ PGക്ക് പഠിക്കുകയാണ്. അപ്പോൾ അവൾ ഹോസ്റ്റലിലേക്ക് പോയി. അവളുടെ ഫ്രണ്ടും പോയി. പിന്നെ സാസ്തികനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇത് കോരമംഗലം ഈ ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ പബ്ബുകളുടെ റെസ്റ്റോറൻറ്റുകളുടെ ഏരിയ ആണ്. ഒരു രക്ഷയില്ല. ഇവിടെ ഭയങ്കര തിരക്കാണ്. 2 സൈഡിൽ ഇത് തന്നെയാണ്, പബ്ബ് ആൻഡ് റെസ്റ്റോറൻറ്റുകളാണ്. അപ്പോൾ കോളേജ് സ്റ്റുഡൻസ്, ബാച്ചിലേഴ്സ് ഒക്കെ ഒരുപാട് പേരുണ്ട് ഇവിടെ. നല്ല തിരക്കാണ് റോഡിലും. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഇഫ്താർ വിഭവങ്ങളൊക്കെ കൊടുക്കുന്ന കടകളൊക്കെ കണ്ടു. അപ്പോൾ നല്ല തിരക്കാണ്. എനിക്കിവിടെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൾക്ക് 11 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ കയറേണ്ടത് കൊണ്ട് അവിടെ ഇറങ്ങാനുള്ള ടൈം കിട്ടിയില്ല. ബെല്ലണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവളുടെ ഹോസ്റ്റലുള്ളത്. അവിടെ നിന്ന് രാജാജി നഗറിലേക്ക് നല്ല ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ എത്തുമ്പോൾ എന്തായാലും രാത്രി ഒരു 12 മണിയെങ്കിലും ആകും. പിന്നെ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സ്പീഡിലൊക്കെ പോകാൻ പറ്റും.
അങ്ങനെ നമ്മൾ അവളുടെ ഹോസ്റ്റലിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ സെറ അവൾ പോകുന്നതിന് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാറ്റർഡേ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പോവുകയാണ്. അപ്പോൾ അവളെ യാത്രയാക്കിയിട്ട് നമ്മൾ നേരെ കാറിലേക്ക് കയറി നമ്മളും പോവുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.